എല്ലാവർക്കും സുസ്ഥാനങ്ങളിൽ ഇരിക്കാം. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് നമ്മൾ വിചിന്തനത്തിനെടുക്കുന്ന വേദഭാഗം വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വചനം ഞാനൊന്ന് വായിക്കാം. ശ്രദ്ധാപൂർവം നമുക്ക് വചനം കേൾക്കാം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, നാം വായിച്ചു കേട്ട വേദഭാഗം ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രസക്തമായ ഒരു വചനമാണ്. ഇന്നലെ നമ്മളെല്ലാവരും പെന്തക്കോസ്തി തിരുനാൾ ആഘോഷിച്ചു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളും നയിക്കപ്പെടുന്ന ഈ ദിവസത്തിൽ ദൈവം നമുക്ക് കാട്ടിത്തരുന്ന വചനം, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ആത്മാവ്, ആ ആത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടുന്നത് കൊണ്ട് നിങ്ങളെ ദൈവപുത്രന്മാരാക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15, 16, 17 വചനങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത് യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പ്രസക്തമായ വേദഭാഗങ്ങളാണ്. എന്താണ് നാം അവിടെ കാണുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയും നിങ്ങൾക്ക് ഞാൻ എൻ്റെ പിതാവിനോട് ഒരു സഹായകനെ നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അതാണ് ആ വചനഭാഗത്തിൻ്റെ സാരാംശം. ഇപ്പൊ യേശു തമ്പുരാൻ വാഗ്ദാനം ചെയ്തിരുന്ന പരിശുദ്ധാത്മാവിനെ നാം ഓരോരുത്തരും വളരെ അഭിഷേകത്തോടുകൂടി സ്വീകരിച്ചു എങ്കിൽ നാം മനസ്സിലാക്കണം, ആരാണ് പരിശുദ്ധാത്മാവ്? ഈസ് ദ ഡിവൈൻ ഹെൽപ്പർ. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെടുന്ന വലിയ സഹായകനാണ് പരിശുദ്ധാത്മാവ്. യേശു തമ്പുരാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള വലിയ സഹായകൻ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് യേശു തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പരിശുദ്ധാത്മ ആവാസത്തിലൂടെ എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വലിയ ദൈവാനുഭവങ്ങളുള്ള മനുഷ്യരായി നമ്മൾ മാറ്റപ്പെടും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ അനാഥത്വം ഇല്ലാതാകും എന്നാണ് യേശു തമ്പുരാൻ ആ വചനത്തിലൂടെ ഉദ്ദേശിച്ചത് എന്ന് നാം തിരിച്ചറിയണം. ഏറ്റു പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വചനം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ആ വചനഭാഗം അവസാനിക്കുന്നത് 17-ാമത്തെ വചനം.
നിങ്ങൾ ദൈവപുത്രന്മാരാണെങ്കിൽ ദൈവത്തിൻ്റെ അവകാശികളുമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോ ദൈവപുത്രന്മാരായി ദൈവപുത്രികളായി നാം മാറുന്നു എങ്കിൽ അതിലൂടെ നാം തിരിച്ചറിയേണ്ടത് ദൈവം ഇന്ന് മുതൽ നമ്മുടെ അവകാശമാണ്. ദൈവത്തിൻ്റെ അവകാശികളാണ് നാം ഓരോരുത്തരും. നമ്മൾ ഇന്നുവരെ സമ്പാദിച്ചിട്ടുള്ള പണത്തിൻ്റെയോ പറമ്പുകളുടെയോ പദവികളുടെയോ സമ്പത്തിൻ്റെയോ ഒന്നും അവകാശികളല്ല. മറിച്ച് ദൈവാത്മാവ് കുടികൊള്ളുന്ന മനുഷ്യരെന്നുള്ള നിലയിൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ അവകാശികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ പറ്റി വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26-ാമത്തെ വചനം. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയയിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കലേക്ക് അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ഇന്ന് IMS അമ്മയുടെ മാധ്യസ്ഥ്യം തേടി നാം ഓരോരുത്തരും ഈ അങ്കണത്തിലായിരിക്കുമ്പോൾ തിരിച്ചറിയണം, ദൈവാത്മാവ് പരിശുദ്ധ അമ്മയിൽ സജീവമായി കടന്നു വന്നതുകൊണ്ടും നിലകൊണ്ടതുകൊണ്ടുമാണ് ദൈവത്തിൻ്റെ അവകാശിയായി അവൾ മാറിയത്. ഇന്ന് അമ്മ ദൈവത്തിൻ്റെ സന്നദ്ധിയെങ്കിൽ മാധ്യസ്ഥം വഹിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നടത്തപ്പെടുന്നത് അതവൾ ദൈവത്തിൻ്റെ അവകാശിയായതുകൊണ്ടാണ്. ഈ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി ഈ മണ്ണിൽ നാം ഓരോരുത്തരും ഇരിക്കുമ്പോൾ പ്രിയമുള്ള ദൈവമക്കളെ, നാം തിരിച്ചറിയേണ്ടത് അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നിറയണമെങ്കിലും ദൈവാത്മാവ് ചരിക്കുന്ന വ്യാപരിക്കുന്ന വ്യക്തികളായി കുടുംബങ്ങളായി ഞാനും നിങ്ങളും മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെ ദൈവ മക്കളായിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊരു വലിയ ബോധ്യമായി നമ്മുടെ ബോധമണ്ഡലങ്ങളിൽ ഇന്ന് പ്രവേശിക്കണം. ദൈവാത്മാവ് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അവകാശിയായ ദൈവമകനായി ദൈവ മകളായി ഞാനും നിങ്ങളും മാറണം. നമുക്ക് ജോബിൻ്റെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു പോയാൽ എന്താണ് ദൈവമകനാകുന്നത് വഴിയുള്ള ഗുണങ്ങൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം തുടക്ക ഭാഗങ്ങളൊക്കെ വളരെ ധ്യാനാത്മകമായി നമ്മൾ വായിക്കണം. ദൈവം ഒരു മീറ്റിംഗ് വിളിക്കുകയാണ്, എല്ലാ മാലാഖമാരുടെയും ഒരു മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ ആരും വന്നു? ജോബിൻ്റെ പുസ്തകം വായിച്ചിട്ടുള്ളവരെന്ന് കൈ ഉയർത്താമോ? ആരും വായിച്ചിട്ടില്ലേ? ജോബിൻ്റെ പുസ്തകമൊക്കെ നമ്മൾ വായിക്കണം. ജോബെന്ന് പറയുന്ന ഒരു പുസ്തകം എവിടെ ഉണ്ട്? വേദപുസ്തകത്തിലുണ്ട്. അത്രയെങ്കിലും നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കട്ടെ. ഇപ്പം ദൈവം ഒരു മീറ്റിംഗ് വിളിച്ചു. അറിയാത്തത് കൊണ്ട് അച്ഛൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പോവാണ്. ഈ മീറ്റിങ്ങിൽ എല്ലാ മാലാഖമാരും വന്നു. മാലാഖമാരുടെ കൂട്ടത്തിൽ പിശാചും വന്നു. എവിടെ? സ്വർഗത്തിൽ. എന്തുകൊണ്ടാണ് പിശാച് സ്വർഗത്തിൽ വന്നത്? പിശാചും ഒരിക്കൽ മാലാഖയായിരുന്നു. ഹു ഈസ് സൈറ്റൻ? ആരാണ് പിശാച്? ഹി ഈസ് ദ ഫോളൻ ഏഞ്ചൽ. വീണുപോയ മാലാഖയാണ് ആര്? പിശാച്. അപ്പൊ അതുകൊണ്ട് ഈ മാലാഖയുടെ കസേര, ഈ വീണുപോയ മാലാഖയുടെ കസേര ഇപ്പോഴും സ്വർഗത്തിൽ ഒഴിഞ്ഞു കിടക്കാണ്. അപ്പോൾ അവിടെ വന്ന് ഈ പിശാച് വരുന്നു. അപ്പോൾ ഓരോരുത്തരോടും ദൈവം തമ്പുരാൻ ചോദിക്കുകയാണ്. ഇത് വളരെ മനോഹരമായി ഈ ജോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് എവിടെയായിരുന്നു? എന്തൊക്കെ കണ്ടു? എന്തൊക്കെ ചെയ്തു?
അങ്ങനെ ചോദിച്ചു വരുമ്പോ പിശാചിന്റെ അവസരമായി. പിശാചിനോട് ചോദിച്ചു, നീ ഇന്ന് എവിടെ ആയിരുന്നു? അപ്പൊ പിശാച് പറയുന്ന മറുപടി, ഞാൻ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. എന്നിട്ട് ഇത് പറഞ്ഞു കേട്ട് കഴിയുമ്പോൾ ദൈവം ഈ ജോബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിരിക്കെ, 8-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വചനം. കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു. ആരോട്? പിശാചിനോട് ചോദിച്ചു. എന്താണ് ചോദ്യം? എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അതാണ് ചോദ്യം. ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പിശാച് ദൈവത്തിന്റെ മുമ്പിൽ പറയുമ്പോ ദൈവം അവനോട് ചോദിക്കുകയാണ്, എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? എന്നിട്ട് ജോബിനെ പറ്റി ദൈവം പറയുന്നൊരു വാചകമുണ്ട്, അതാണ് ഏറ്റവും പ്രസക്തം. വായിച്ചു കേൾക്കാം നമുക്കത്. അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കുന്നവനുമായ ഭൂമുഖത്തെ ആരെങ്കിലും ഭൂമുഖത്തുണ്ടോ? അതാണ് ദൈവത്തിന് ജോബിനെ പറ്റിയുള്ള കമന്റ്. പിശാചേ, എന്റെ ദാസനായ ജോബിനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവഭയമുള്ളവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായ ആരെങ്കിലും ഭൂമുഖത്തുണ്ടോ? ജോബിനെ ദൈവം വിശേഷിപ്പിക്കുന്നത് എന്റെ ദാസൻ എന്നാണ്. ഇന്ന് നമ്മളെ പറ്റി ദൈവം തമ്പുരാൻ ഒരു വാക്ക് പറയണമെങ്കിൽ ഏത് വാക്ക് ദൈവം ഉപയോഗിക്കും? എൻ്റെ ദാസനെന്നോ എൻ്റെ മകനെന്നോ എൻ്റെ മകളെന്നോ ഉപയോഗിക്കുമോ? ജോബിനെ പറ്റി സത്യസന്ധനായതുകൊണ്ട്, നിഷ്കളങ്കനായതുകൊണ്ട്, ദൈവ ഭയമുള്ളവനായതുകൊണ്ട്, തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനായതുകൊണ്ട് എൻ്റെ ദാസൻ എന്ന് ദൈവം വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അവന്റെ നിറവിൽ നാം ഇന്ന് ജീവിക്കുമ്പോ എന്നെപ്പറ്റി എൻ്റെ ദൈവത്തിനൊരു കമന്റ് ഉണ്ടാകും, എന്നെ വിശേഷിപ്പിക്കാൻ എന്ന് നാം മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുറച്ചുകൂടി ഉച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു വീട്ടിൽ ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയി. വളരെ ക്ലേശം നിറഞ്ഞ ഒരു രോഗമാണ്. രോഗത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ രോഗിയായി കിടക്കുന്ന ചേട്ടൻ്റെ കുടുംബത്തിലെ ഒരാൾ എന്നോട് പറയാണ്, അച്ഛാ, ഇവന് ഇതിലും വലുത് വരണമായിരുന്നു എന്ന്. സ്വന്തം കുടുംബത്തിലെ ആൾ പറയാണ്, ഇവൻ ഇതിലും വലുത് വരണമായിരുന്നു. ഇപ്പൊ വന്നതെങ്ങും ഒന്നുമല്ല. കാരണം അതുപോലെയാണ് ഇവൻ ഞങ്ങളുടെ കുടുംബത്തിനെതിരായിട്ടും ഞങ്ങൾക്കും എതിരായിട്ടും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ദൈവസന്നിധിയിൽ പ്രിയമുള്ള ദൈവമക്കളെ നാം വ്യാപരിക്കുമ്പോ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കണ്ണുനീരോടെ നാം വന്ന് പ്രാർത്ഥിക്കുമ്പോ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ജീവിതം മാറ്റാതെ നമുക്ക് ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കില്ല. The heaven is ready to give you many graces, but if you are not changing your mind, your attitude, you cannot receive. നമ്മുടെ ജീവിത ശൈലികൾ മാറ്റുന്നതിനനുസരിച്ച്, നന്മയെ നോക്കി നമ്മുടെ ജീവിതം പുതുതാക്കുന്നതിനനുസരിച്ചാണ് കൃപകൾ നമ്മളിലേക്ക് ഒഴുകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പൊ ദൈവത്തിന്റെ മകനായി മകളായി ഞാൻ ജീവിക്കുമ്പോഴാണ്
റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 17-ാമത്തെ വചനം നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമാകുന്നത്, നീ ദൈവത്തിന്റെ മകനാണോ മകളാണോ, നിന്റെ ജീവിതത്തിൽ നീ അവന്റെ അവകാശികളാണ്. 34-ാം സങ്കീർത്തനം ഒന്ന് എടുക്കാം നമുക്ക്. 34-ാം സങ്കീർത്തനം ഒന്നെടുത്ത് വെച്ച് വായിച്ചേ. 34-ാം സങ്കീർത്തനം 27-ഉം 28-ഉം വചനം നമ്മുടെ ജീവിതത്തിൽ പച്ചയായ യാഥാർത്ഥ്യമായി മാറണം. പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് വചനം എന്നറിയാമോ? മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. അവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ വീണുപോയേക്കാം, എന്നാൽ അവന്റെ കരം ആര് പിടിച്ചിട്ടുണ്ട്? കർത്താവ് പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ രോഗങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, ആകുലതകളിലൂടെ ഒക്കെ ഞാൻ കടന്നുപോയേക്കാം. പക്ഷെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അവകാശിയാണെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം, എൻ്റെ കരം എൻ്റെ കർത്താവ് പിടിച്ചിട്ടുണ്ട്. അവൻ എന്നെ രക്ഷിക്കും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണോ മകളാണോ എന്നുള്ളതാണ് ചോദ്യം. അതിനനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത്? ഈ ജോബിനെ പോലെ സത്യസന്ധനായി, നിഷ്കളങ്കനായി, എന്ന് പറഞ്ഞാൽ കളങ്കം ആലോചിക്കാത്ത മനുഷ്യരായി, ദൈവഭയമുള്ളവനായി, തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനായി ഞാൻ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവാനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ ലഭ്യമാവുകയുള്ളൂ. മനസ്സിലായവർ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് കേട്ട് കഴിയുമ്പോൾ പിശാച് ദൈവത്തോട് വീണ്ടും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 9-ഉം 10-ഉം വചനങ്ങൾ, ജോബ് 1, 9, 10 വചനങ്ങൾ എന്താണെന്നറിയാമോ? അവൻ നിന്നെ സ്തുതിക്കുന്നത്, സ്തോത്രം ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. വായിച്ചു കേൾക്കാം നമുക്ക് വചനം. സാത്താൻ ചോദിച്ചു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത്, നിന്നെ ഭയപ്പെടുന്നത് ചുമ്മാതാണോ? ചുമ്മാ ഒന്നുമല്ല അവൻ ഭയപ്പെടുന്നത്, ചുമ്മാ ഒന്നുമല്ല അവൻ നിന്നോട് ചേർന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു തരാൻ കാരണം എന്ന് പറഞ്ഞ് പിശാച് ദൈവത്തോട് തിരിച്ചു പറയാണ്. നമുക്ക് കേൾക്കാം. അങ്ങ് അവനും അവന്റെ ഭവനത്തിനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി, സുരക്ഷിതമാക്കി. ഇവിടെ ഈ കൂട്ടത്തിലിരിക്കുന്ന എത്ര പേര് എൻ്റെ ശരീരത്തിന് ദൈവത്തിൻ്റെ സംരക്ഷണം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? കരമുയർത്തിയാട്ടെ. എൻ്റെ സമ്പത്തിന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം വേണമെന്നുള്ളവരൊന്ന് കൈ ഉയർത്തിയാട്ടെ. നമുക്ക് മറ്റൊന്നുമല്ല വേണ്ടേ, നമുക്ക് വേണ്ടത് ഇതാണ്. നമ്മുടെ കുടുംബത്തിനൊരു സംരക്ഷണം, നമ്മുടെ ശരീരത്തിനൊരു സംരക്ഷണം, നമ്മുടെ മക്കളുടെ ജീവിതത്തിനൊരു സംരക്ഷണം. കർത്താവ് സംരക്ഷിച്ചാൽ പിന്നെ അതിലും വലുത് എന്താണ് പ്രിയമുള്ള ദൈവമക്കളെ നമുക്ക് വേണ്ടത്? ഇവിടെ ജോബിനെ പറ്റി പിശാച് ദൈവത്തോട് തിരിച്ചു പറയുന്ന മറുപടി, അവൻ നിന്നോട് ചേർന്ന് നിൽക്കുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല, നീ ജോബിനും ജോബിന്റെ ഭവനത്തിനും ജോബിന്റെ സമ്പത്തിനും വേലി കെട്ടി സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനം 7-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവിന്റെ ഭക്തരെ കർത്താവിന്റെ ദൂതൻ പാളയമടിച്ച് സംരക്ഷിക്കുന്നു എന്ന്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കും, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും, എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ടാകും എന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആരാണ്? ഞാനിന്ന് താമസിക്കുന്ന വീട്, ഞാനത് എൻ്റെ ഭവനം, എൻ്റെ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന്
അത് സ്വന്തം കുടുംബമായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിന് ഈ മകൻ ജീവിക്കുന്ന കുടുംബം എൻ്റേതാണ്, എൻ്റെ കുടുംബമാണ് എന്ന തോന്നൽ ഉണ്ടാകുമ്പോഴാണ് ദൈവം അതിനെ സംരക്ഷിച്ചു തുടങ്ങുന്നത്. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ ഭവനങ്ങളുടെയൊക്കെ കട്ടളപ്പടിയിൽ ഇങ്ങനൊരു ഒരു ചെറിയ ബോർഡുണ്ടായിരുന്നു, കർത്താവ് ഈ വീടിൻ്റെ നായകൻ, അല്ലെങ്കിൽ യേശു ഈ ഭവനത്തിൻ്റെ നായകൻ എന്നൊക്കെ. ഇന്ന് കണ്ടംപററി സ്റ്റൈൽ വീടുകൾ വന്നു, ജീവിതം മാറി, ജീവിതചര്യകൾ മാറി. കർത്താവിനെ നമ്മളെല്ലാവരും എടുത്ത് മാറ്റിവെച്ചിരിക്കുകയാണ്. പണ്ട് ചില ഭവനങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഭവനത്തിൻ്റെ ഒറ്റ നടുക്ക്, ഫ്രണ്ട് മുറിയുടെ ഒറ്റ നടുക്ക് കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ പടമൊക്കെ വെച്ച് ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ കിഴക്കോട്ട് നോക്കി നിൽക്കും. ഇന്നത്തെ സ്റ്റൈൽ എന്താണെന്നറിയാമോ? ഫ്രണ്ട് മുറിയിലെ ഏതെങ്കിലും ഒരു മൂലയിൽ മനോഹരമായിട്ട് ഒരു ചെറിയ സൈഡൊക്കെ ഒരുക്കി അവിടെ മൂലയിൽ മാത്രം കർത്താവിനെ വെച്ചിരിക്കുന്നു. നമുക്ക് എല്ലായിടത്തേക്കും കർത്താവിനെ കൊണ്ടുവരാൻ ഇന്ന് മടിയാണ്. നമ്മൾ മടിക്കുന്നതിനനുസരിച്ച് നമ്മളിൽ ദൈവാനുഗ്രഹങ്ങൾ കുറയും എന്ന് ദൈവമക്കളെ നാം തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഭവനത്തിന് ഞാൻ വേലി കെട്ടി സംരക്ഷിക്കുമെന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കും കൂടി വേണ്ടിയുള്ള വാഗ്ദാനമാണ്. തീർച്ചയായും അവൻ വേലി കെട്ടി സംരക്ഷിക്കും. ആ വേലി കെട്ടി സംരക്ഷിക്കുന്നതിന് എൻ്റെ കുടുംബത്തെ ഞാൻ ഒരുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ദൈവത്തിൻ്റെ മകനായി മകളായി ഞാൻ ജീവിച്ചേ പറ്റൂ. എൻ്റെ ജീവിത ചര്യകളെ ഞാൻ മാറ്റിയേ പറ്റൂ. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകം മനുഷ്യരെ നാം കാണുന്നുണ്ട്. എന്നാൽ കുറച്ച് മാത്രം എഴുതപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അവനെപ്പറ്റി കൂടുതലൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. വിശുദ്ധ വേദപുസ്തകത്തിൽ 4 സ്ഥലങ്ങളിലാണ് ഇവനെ നമ്മൾ കാണുന്നത്. അവൻ്റെ പേര് പറയുന്നതിന് മുമ്പ് നമുക്കൊരു വചനം വായിക്കാം. ആ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എനിക്ക് 100% ഉറപ്പാണ്, ഒരു 90% ക്രിസ്ത്യാനികളും ഈ മനുഷ്യനെ പറ്റി കേട്ടിട്ടില്ല. 90% ക്രിസ്ത്യാനികളും ഈ മനുഷ്യനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു വചനം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 23-ഉം 24-ഉം വചനങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 23-ഉം 24-ഉം വചനങ്ങൾ ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 23-ഉം 24-ഉം വചനങ്ങൾ. ഹെനോക്കിന്റെ ജീവിതകാലം 365 വർഷമായിരുന്നു. 365 വർഷമായിരുന്നു. ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. ഏനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. പിന്നെ അവനെ കണ്ടിട്ടില്ല. ദൈവം അവനെ എടുത്തു. ഇത്രയാണ് ഈ മനുഷ്യനെ പറ്റി ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്. എന്താണ് ഈ മനുഷ്യന്റെ പേര്? നിങ്ങൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. എന്താണ് ഈ മനുഷ്യന്റെ പേര്? ഏനോക്ക് എന്നാണ്. ഈ മനുഷ്യനെ പറ്റി കേട്ടിട്ടുള്ളവരൊന്ന് കരം ഉയർത്താമോ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, വളരെ ചുരുക്കം പേരെ കേട്ടിട്ടുള്ളൂ. ഇനി ഇവൻ ആരാണ് എന്ന് യൂദാസിന്റെ ലേഖനം 1-ാം അധ്യായം 14-ഉം 15-ഉം വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഒരു ലേഖനമൊക്കെ ഉണ്ട്. യൂദാസിന്റെ ലേഖനം 1-ാം അധ്യായം 14-ഉം 15-ഉം വചനങ്ങൾ. 14-ാമത്തെ വചനം ഇങ്ങനെയാണ്: ആദത്തിന്റെ 7-ാം തലമുറക്കാരനാണ് ആര്? ഏനോക്ക്. വചനം കിട്ടിയെങ്കിലൊന്ന് വായിച്ചേ. യൂദാസിന്റെ ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ വചനം. കിട്ടിയില്ല, പോട്ടെ, കുഴപ്പമില്ല. 14-ാമത്തെ വചനം അതാണ് പറയുന്നത്. ഏനോക്ക് ആദത്തിന്റെ 7-ാം തലമുറക്കാരനാണ്.
ഇനി അത് വിട്ടേരെ, നമുക്ക് വീണ്ടും വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ ആദത്തിന്റെ പുത്രനായിട്ട് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് സേത്തിനെ പറ്റിയാണ്. സേത്ത് വായിക്കാം നമുക്ക് വചനം. ആദത്തിന് 130 വയസ്സായപ്പോൾ അവന്റെ സാദൃശ്യത്തിലും ഛായയിലും ഒരു പുത്രൻ ജനിച്ചു. ആദം അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിന്റെ ജനനത്തിന് ശേഷം ആദം 800 വർഷം ജീവിച്ചു. ആദത്തിന്റെ മക്കളുടെ പേരെന്താണ് ഇതുവരെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? എന്താണ് പഠിച്ചു വെച്ചിരിക്കുന്നത്? കായേനും ആബേലും. അപ്പം ആദത്തിന് സേത്ത് എന്ന് പറയുന്ന ഒരു മകനും ഉണ്ട്. 138 വയസ്സായപ്പോ വചനം പറയുന്നു, ഒരിക്കൽ കൂടി വചനം ഒന്ന് വായിച്ചേ. 5-ാം അധ്യായം 3-ാമത്തെ വചനം. ആദത്തിന് 130 വയസ്സായപ്പോൾ ആദത്തിന് 130 വയസ്സായപ്പോൾ അവന്റെ സാദൃശ്യത്തിലും ഛായയിലും. ആദം സൃഷ്ടിക്കപ്പെട്ടത് ആരുടെ സാദൃശ്യത്തിലായിരുന്നു? ദൈവത്തിന്റെ സാദൃശ്യത്തിലായിരുന്നു. അതാണ് വചനം ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങളിലൊക്കെ സാക്ഷ്യമായി നമുക്ക് തരുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമായിരുന്നു. എന്നാൽ ആദത്തിനുണ്ടായ ആദ്യത്തെ മക്കൾ, അതായത് കായേനും ആബേലും, ദൈവത്തിന്റെ അതേ സാദൃശ്യത്തിൽ തന്നെ ആദത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. എങ്കിലും 3-ാമത്തെ മകനായ സേത്തുണ്ടായപ്പോ ഒരിച്ചിരി പ്രശ്നം ഉണ്ടായി. എന്താണ് പ്രശ്നം? പിന്നീടുണ്ടായത് സേത്തുണ്ടായത് ആദത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ഇനി നിങ്ങൾ ആ വചനം ഒന്നുകൂടെ വായിച്ചാൽ വളരെ വ്യക്തമാവും. ഒന്നുകൂടെ വായിച്ചേ വചനം. ആദത്തിന് 130 വയസ്സായപ്പോൾ അവന്റെ സാദൃശ്യത്തിലും. ഇപ്പോൾ ഉള്ളത് ആരുടെ സാദൃശ്യമാണ്? ദൈവത്തിന്റെ രൂപമല്ല, ദൈവത്തിന്റെ ഭാവമല്ല. ഇപ്പൊ സേത്തിനുള്ളത് ആദത്തിന്റെ രൂപവും സാദൃശ്യവുമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ ആദം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു തുടങ്ങിയ സമയം മുതൽ അവന്റെ ജീവിതത്തിൽ രൂപത്തിനും ഭാവത്തിനും ഒക്കെ മാറ്റം വന്നു തുടങ്ങി. സേത്ത് ജനിച്ചപ്പോഴേക്കും പൂർണ്ണമായും ആദം ജന്മം കൊടുത്തത് ആദത്തിന്റെ രൂപവും സാദൃശ്യമുള്ള മകനാണ്. അങ്ങനെ തലമുറകൾ കടന്നു വരുമ്പോഴാണ് 7-ാം തലമുറയിൽ ഒരുവൻ ജനിക്കുന്നത്. ആര്? ഏനോക്ക് എന്ന് പറയുന്നവൻ. പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയമുള്ള ദൈവമക്കളെ, ഈ ഏനോക്കിനെ പറ്റി ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. 4 മുതലുള്ള വചനം കൃത്യമായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏനോക്ക് ദൈവത്തെ വളരെയധികം പ്രസാദിപ്പിച്ചവനായിരുന്നു എന്ന്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 4 മുതലുള്ള വചനം വായിക്കാം നമുക്ക്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 4 മുതലുള്ള വചനം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമേ. വിശ്വാസം മൂലം ആബേൽ കായേലിന്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു. ആ വേദഭാഗമൊക്കെ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കായേനും ആബേലും ബലിയർപ്പിച്ചു. ശ്രേഷ്ഠമായ ബലി ആരുടേതായിരുന്നു? കായന്റെ ആണോ ആബേലിന്റെ ആണോ? ആബേലിന്റേതായിരുന്നു. വീണ്ടും വായിക്കാം നമുക്ക്. അതിനാൽ അവൻ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു. ആബേൽ നീതിമാനായി മാറി. വീണ്ടും അവൻ സമർപ്പിച്ച കാഴ്ചകളെ കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ നമ്മള് സമർപ്പിക്കുന്ന കാഴ്ചകളെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുന്നുണ്ട്. ദൈവം സ്വീകരിക്കുന്നുണ്ട് നമ്മളെ സമർപ്പിക്കുന്ന കാഴ്ചകളെല്ലാം. വീണ്ടും അടുത്ത വചനം വായിച്ചേ. അവൻ മരിച്ചെങ്കിലും അവൻ മരിച്ചു. ആര് മരിച്ചു? ആബേൽ മരിച്ചു. ദൈവത്തിന് കാഴ്ചകൾ അർപ്പിച്ചു. ദൈവത്തിന്റെ തിരുമുൻപിൽ
അവൻ പലതരത്തിലുള്ള സമർപ്പണം നൽകി ബലികൾ അർപ്പിച്ചു. പക്ഷേ അവൻ നീതീകരിക്കപ്പെട്ടെങ്കിലും മരിച്ചു. അടുത്ത വചനം വായിക്കാം നമുക്ക്. തന്റെ വിശ്വാസത്തിലൂടെ ഇന്നും സംസാരിക്കുന്നു. ആബേല് വിശ്വാസികളായ എല്ലാവർക്കും വളരെ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് എല്ലാവർക്കും ആബേലിനെ പറ്റി അറിയാം. വീണ്ടും അടുത്ത വചനം വായിച്ചേ. വിശ്വാസം മൂലം ഹെനോക്ക് മരണം കാണാതെ സംവഹിക്കപ്പെട്ടു. അതാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആബേല് മരിച്ചു, ഏനോക്ക് മരിച്ചില്ല. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായോ? ആബേല് മരിച്ചു. ദൈവം പ്രസാദിച്ച ആദ്യത്തെ മനുഷ്യനാണ് ആര്? ആബേല്. ആ ആബേല് നീതീകരിക്കപ്പെട്ടെങ്കിലും അവൻ മരിച്ചു. പക്ഷേ ഇവിടെ ഒരു മനുഷ്യന്റെ പേര് പറയുന്നു, ഏനോക്ക്. അവൻ മരിച്ചില്ല, അവൻ എടുക്കപ്പെട്ടു. വീണ്ടും അടുത്ത വചനം വായിച്ചേ. ദൈവം അവനെ സംവഹിച്ചതുകൊണ്ട് പിന്നീട് അവൻ കാണപ്പെട്ടിട്ടുമില്ല. അടുത്ത വചനോടെ വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമാകും. വായിച്ചേ. അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. ഇനി ഒരു സമ്മറി പറയുന്നു. എന്താണ് സമ്മറി? അടുത്ത വചനം. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, നാം തിരിച്ചറിയണം, ഏനോക്ക് ദൈവത്തെ വിശ്വാസം കൊണ്ട് പ്രസാദിപ്പിച്ചത് കൊണ്ടാണ് അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് വേദപുസ്തകം സാക്ഷിക്കുന്ന ആദ്യത്തെ മനുഷ്യൻ ആരാണ്? ഏനോക്കാണ്. ഇനി ഒരിക്കൽ കൂടി നമുക്ക് എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 23-ഉം 24-ഉം വചനങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 23-ഉം 24-ഉം വചനങ്ങൾ ഒരിക്കൽ കൂടി എടുത്ത് വായിക്കാം നമുക്ക്. ഹേനോക്കിന്റെ ജീവിതകാലം 355 വർഷമായിരുന്നു. 365 വർഷമായിരുന്നു. ഈ നമ്പര് നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് നമ്മളുമായിട്ടുള്ള ബന്ധം? എന്താ? ഒരു വർഷത്തിലെ എത്ര ദിവസങ്ങൾ? ഏനോക്കിന്റെ ജീവിതകാലം 365 വർഷമാണെങ്കിൽ ഇതെനിക്കും നിങ്ങൾക്കും ജീവിക്കാനുള്ളത് ഒരു വർഷത്തിൽ 365 ദിവസങ്ങളാണ്. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു പേരും ഒരു സംഖ്യയും അത് ചുമ്മാതെ എഴുതപ്പെട്ടതല്ല. എല്ലാത്തിനും അർത്ഥങ്ങളുണ്ട്, അർത്ഥമാനങ്ങളുണ്ട്. അടുത്ത വചനം ഏനോക്കിനെ പറ്റി പറയുന്നത് ഈ 365 വർഷവും അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചു എന്നാണ്. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചത് കൊണ്ട് അവനെ ദൈവം എടുത്തു. ദൈവത്തിന് തോന്നി, ഇവൻ എൻ്റെ മകനാണ്, നീ ഇവനെ പിരിഞ്ഞൊരു ജീവിതം എനിക്കില്ല. അതുകൊണ്ടാണ് ഉടലോടെ അവനെ സ്വർഗത്തിലേക്ക് എടുത്തത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സാധാരണ നമുക്കാണ് തോന്നുന്നത് എന്ത്? ദൈവത്തെ പിരിഞ്ഞൊരു ജീവിതം എനിക്കില്ലെന്ന്. ഇവിടെ ദൈവത്തിന് തോന്നുകയാണ് ഏനോക്കിനെ പിരിഞ്ഞൊരു ജീവിതം എനിക്കിനിയില്ല. അതുകൊണ്ട് അവനെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്തു. അതാണ് എൻ്റെ മകൻ ഇല്ലെങ്കിൽ എൻ്റെ ദാസൻ എന്നൊക്കെ ദൈവം പറയുന്നതിന്റെ അർത്ഥമാനങ്ങൾ. മനസ്സിലായവർ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തെ പിരിഞ്ഞ് മനുഷ്യർ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് അവന്റെ ജീവിതത്തിന്റെ പതനം ആരംഭിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ നീ ആഗ്രഹിക്കുമ്പോ നിന്നേക്കാൾ കൂടുതൽ ദൈവം ആഗ്രഹിക്കുന്നത് നിന്നോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് യേശു തമ്പുരാന്റെ വരവിനെ കുറിച്ച് മാലാഖ അറിയിക്കുമ്പോ വേദപുസ്തകം വളരെ മനോഹരമായി
എഴുതി വെച്ചിരിക്കുന്നു. എന്താണ്? അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടണം. എന്താണ് എമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ് എമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം? ദൈവം നമ്മോട് കൂടെ. യഹോവയായ ദൈവം മനുഷ്യരായ നമ്മളോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് അവൻ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ദൈവം നമ്മോടുകൂടെ, പിതാവായ ദൈവത്തിന്റെ നമ്മളോടൊപ്പമുള്ള സാന്നിധ്യമാണ് യേശു തമ്പുരാൻ. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ യേശു തമ്പുരാൻ ഈ ലോകത്തിൽ പിറന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കന്യകയായ ഒരു സ്ത്രീയിലൂടെയാണ്. അവളുടെ പേര് മറിയം എന്നാണ്. സത്യത്തിൽ മറിയം എന്നുള്ള പേരിനല്ല പ്രിയമുള്ളവരെ പ്രസക്തി. നമ്മളത് തിരിച്ചറിയണം. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മധ്യസ്ഥത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോ നാം തിരിച്ചറിയണം, മറിയം എന്നുള്ള പേരിനല്ല പ്രസക്തി. വേദപുസ്തകം നിങ്ങളൊന്ന് എടുത്ത് പഠിച്ചാട്ടെ. എന്തോരം മറിയമാരെ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ മറിയത്തിനൊരു സഹോദരിയുണ്ട്, നിങ്ങൾക്കറിയാമോ? കന്യക മറിയാമിന് നമ്മുടെ IMS അമ്മയ്ക്ക് ഒരു സഹോദരിയുണ്ട്. സഹോദരിയുടെ പേരെന്താണെന്ന് അറിയാമോ? അത് പറഞ്ഞുകൂടാ. കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന കുറച്ച് വ്യക്തിത്വങ്ങളെ വേദപുസ്തകം വിവരിക്കുന്നുണ്ട് മനോഹരമായി. ഇങ്ങനെയാണ് വചനം. നിങ്ങൾ കുറച്ച് വചനങ്ങളൊക്കെ വായിച്ച് വളരണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭക്ഷണം മാത്രം കഴിച്ച് വളർന്നാൽ പോരാ, വചനം കഴിച്ച് വചനം ജീവിച്ച് നമ്മൾ വളരണം. നമ്മുടെ കുടുംബങ്ങളെ വളർത്തണം. കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ പറ്റി വേദഭാഗം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അവന്റെ കുരിശിന്റെ ചുവട്ടിൽ അവന്റെ അമ്മയായ, അതായത് യേശുവിൻ്റെ അമ്മയായ മറിയവും അവളുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യയായ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. കുരിശിന്റെ ചുവട്ടിൽ നിന്ന 4 കഥാപാത്രങ്ങളുണ്ട്. അതിൽ 3 പേര് സ്ത്രീകളായിരുന്നു. ആ 3 സ്ത്രീകളുടെയും പേരെന്താണ്? മറിയം എന്നാണ്. യേശുവിൻ്റെ അമ്മ മറിയം, യേശുവിൻ്റെ അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യയുമായ മറിയം. അപ്പോൾ IMS അമ്മയുടെ സഹോദരിയുടെ പേരെന്താണ്? മറിയം എന്താണ്? ഒരുപക്ഷെ ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഈ വലിയ മുത്ത്, ചെറിയ മുത്ത് എന്നൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ വിളിക്കുന്നത് പോലെ ഇവരുടെ വീട്ടിൽ വിളിച്ചിരുന്നത് വലിയ മറിയം, കൊച്ചു മറിയം എന്നൊക്കെ ആയിരിക്കാം. എന്തായാലും രത്നച്ചുരുക്കൻ 2 പേരുടെയും പേര് മറിയം എന്നായിരുന്നു. അച്ഛൻ എന്തിനാണ് അത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ പേരിനല്ല പ്രസക്തി. മറിയത്തെ, കന്യക മറിയത്തെ ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്ത് തൻ്റെ പുത്രന്റെ അമ്മയാക്കുവാൻ ഒരുങ്ങിയത് അവളെ ജീവിതത്തിൽ കൊണ്ടു നടന്ന ഒരു സവിശേഷത കണ്ടിട്ടാണ്. എന്താണ് അവളുടെ സവിശേഷത? അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ജോസഫിനെ പറ്റി വിവരിക്കുമ്പോ ഒറ്റ വാക്കിൽ മറിയത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയയിലെ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ആരുടെ അടുക്കലേക്ക്? കന്യകയുടെ അടുക്കലേക്ക്. അതാണ് അവളുടെ ക്വാളിറ്റി. കന്യകാത്വമുള്ളവളായിരുന്നു പരിശുദ്ധ മറിയം. എന്താണ് കന്യകാത്വം? കന്യകാത്വം എന്താണ്? നമ്മൾ പുരുഷന്മാർക്കൊരു ചിന്തയുണ്ട്. ഈ കന്യകാത്വം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് തീരെഴുതി കൊടുത്തിട്ടുള്ള, ഇല്ലെങ്കിൽ അവർക്ക് മാത്രമുള്ള എന്തോ ഒരു സംഭവമാണെന്ന്. അത് ഇന്നത്തോടെ മാറണം. ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല. ഈ ലോകത്ത് പിറന്നു വീഴുന്ന ഓരോ മനുഷ്യ കുഞ്ഞിനും ഉള്ളതാണ്. എന്ത്? അതിന് ഈ പറയുന്ന പോലെ ജെൻഡർ ഭേദമില്ല. എല്ലാ പുരുഷന്മാർക്കും എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ് എന്ത്? കന്യകാത്വം. അപ്പൊ എന്താണ് കന്യകാത്വം? ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനിങ്ങനെ ഒരു യാത്രയിൽ ആയിരുന്നപ്പോൾ യാത്രയിൽ ഈ ബസ്സിലിട്ടിരുന്ന ഒരു സിനിമ കാണാനായിട്ട് ഇടയായി. അപ്പൊ അതിനകത്ത് ഒരു ഹിന്ദി സിനിമയാണ്. ഹിന്ദി സിനിമയുടെ പേര് സത്യപ്രേമ കി കഥ എന്നാണ്.
നിങ്ങൾ സമയം കിട്ടുമെങ്കിൽ അങ്ങനെ ഒരു ഹിന്ദി പടം, എനിക്ക് തോന്നുന്നു കുറച്ച് ഏറെ നാളായി അത് ഇറങ്ങിയിട്ട്, ഏതാണ്ട് 1-2 കൊല്ലം കണ്ടായെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ടൂറിസ്റ്റ് ബസ്സിനകത്ത് ഈ സിനിമകളൊക്കെ ഇടുമല്ലോ. അപ്പോൾ ആ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു ആദ്യ രാത്രി സീനുണ്ട്. അപ്പം നായകൻ നായികയോട് ചോദിക്കുകയാണ്, ഹിന്ദിയിലാണ്, ഐ ആം വെർജിൻ ആർ യു? ആരോട് ചോദിക്കുന്നു? നായകൻ നായികയോട് ചോദിക്കുന്നു, ഞാൻ കന്യകാത്വമുള്ളവനാണ്, നീയോ? എന്താണ് അതിൻ്റെ ഇൻഡിക്കേഷൻ? നമ്മൾ മനസ്സിലാക്കണം, ഇത് സ്ത്രീകൾക്ക് മാത്രം തീരെഴുതി കൊടുത്തിരിക്കുന്നതല്ല, ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും ഉള്ളതാണ്. എന്ത്? കന്യകാത്വം. നമ്മൾ കന്യകാത്വത്തോടു കൂടിയാണ് ജനിക്കുന്നത്. അപ്പോൾ എന്താണ് കന്യകാത്വം? ഒരു മനുഷ്യൻ തൻ്റെ ബുദ്ധിയിൽ, അതായത് ചിന്തയുടെ തലങ്ങളിൽ വിശുദ്ധിയോടെ ജീവിച്ചാൽ അവൻ കന്യകാത്വം ഉള്ളവനാണ്. ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൻ്റെ തലങ്ങളിൽ, അതായത് വികാരങ്ങളുടെ തലങ്ങളിൽ വിശുദ്ധിയോടെ ജീവിച്ചാൽ അവൻ കന്യകാത്വം ഉള്ളവനാണ്. ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തിൽ കന്യകാത്വമുള്ളവനായി ജീവിച്ചാൽ അവൻ വിർജിനാണ്. ഒരു മനുഷ്യൻ തൻ്റെ പ്രവർത്തനങ്ങളുടെ തലങ്ങളിൽ കന്യകാത്വമുള്ളവനായി ജീവിച്ചാൽ, വിശുദ്ധിയോടെ ജീവിച്ചാൽ അവൻ വിർജിനാണ്. അപ്പൊ കന്യകാത്വത്തിന് 4 രീതിയിൽ അർത്ഥങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ചിന്തയിൽ, ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ മുഴുവൻ മറ്റുള്ളവരുടെ നാശത്തിനും അശ്ലീലകരമായ കാര്യങ്ങളും ഒക്കെ ചിന്തിച്ച് നടക്കുകയാണെങ്കിൽ എൻ്റെ ചിന്ത മലിനമാണ്, എൻ്റെ കന്യകാത്വം നഷ്ടപ്പെടുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറച്ചുകൂടി ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ വികാരങ്ങളിൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരുത്തനെ അടിക്കാൻ തോന്നുന്നു, ഉടനെ ഞാൻ അടിക്കുകയാണ്. എൻ്റെ വികാരം ശരിയല്ല. എൻ്റെ ലൈംഗികമായ ചോദനകൾ, അത് തെറ്റായ രീതിയിൽ എൻ്റെ വികാരങ്ങളെ ഞാൻ കടത്തിവിടുന്നു, ശരിയല്ല. എൻ്റെ കന്യകാത്വം നഷ്ടപ്പെടും. എൻ്റെ ശരീരത്തിൻ്റെ വിവിധങ്ങളായ തലങ്ങളിൽ എൻ്റെ നാവ് കൊണ്ട് ഞാൻ കുറ്റം മാത്രമേ പറയൂ, കള്ളം മാത്രമേ പറയൂ. നാവ് കൊണ്ട് ആർക്കെതിരായിട്ടും എന്തും പറയാൻ എനിക്കൊരു മടിയുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ ഈ IMS അമ്മയുടെ മുമ്പിൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മരുമകളെ കുറ്റം പറയുന്ന അമ്മായിയമ്മയാണെങ്കിൽ ഒരു കൃപയും നിങ്ങൾക്ക് കിട്ടില്ല. പച്ചക്കച്ചൻ പറയാണ്, മനസ്സിലാക്കിയെടുക്കണം. അത് അപ്പനെ വേദനിപ്പിക്കുന്ന മകനാണെങ്കിൽ നീ എത്ര കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചാലും നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെടില്ല. അതുകൊണ്ടാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്, യു ഹാവ് ടു ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. നിന്റെ മനസ്സ് മാറണം, നീ നന്നാവണം. എൻ്റെ ജീവിതചര്യകളെ ഞാൻ മാറ്റിയെങ്കിൽ, ദൈവത്തെ വിളിക്കുന്നത് കൊണ്ട് ആദ്യം ഒരു പരിവർത്തനം എന്നിലാണ് ഉണ്ടാകേണ്ടത്. ഞാൻ നല്ലവനായി ജീവിക്കണം. ഞാൻ എല്ലാവരെയും ദ്രോഹിച്ച്, എല്ലാവർക്കുമെതിരെ ദ്രോഹം ആലോചിച്ച്, കുടുംബത്തിൽ പോലും സമാധാനം തല്ലിക്കെടുത്തുന്ന വ്യക്തിയായിട്ട് ഞാൻ ജീവിക്കുമ്പോ നീ എത്ര പ്രാർത്ഥിച്ചാലും സ്വർഗം നിന്റെ മുമ്പിൽ കൃപകളെ ഒഴുകില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറച്ചുകൂടി ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ പ്രവർത്തനങ്ങളുടെ തലങ്ങളിൽ, ഞാൻ ജോലി ചെയ്യുന്ന മേഖലകളിലൊക്കെ സത്യസന്ധത ഇല്ലാത്തവനായിട്ടാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ I cannot receive the grace and miracles. എനിക്ക് സ്വർഗം കൃപകളെ തരില്ല, അത്ഭുതങ്ങളെ ചെയ്തു തരില്ല. ഇതൊരു വലിയ ബോധ്യമായി മാറണം. ഞാൻ വെർജിനായി, കന്യകാത്വമുള്ളവനായി ജീവിച്ചാൽ എനിക്ക് കൃപയുറപ്പാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനായി, മകളായി ജീവിക്കും. അതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ദൈവത്തിന് തോന്നണം, ഇവൻ എൻ്റെ മകനാണ്, ഇവൾ എൻ്റെ മകളാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ, പ്രിയമുള്ള എൻ്റെ ദൈവമക്കളെ, നമ്മൾ നേരത്തെ വായിച്ചതുപോലെ
മനുഷ്യന്റെ പാതകളെ നയിക്കുന്നത് കർത്താവാണ്. അവനെ സുസ്ഥിരനാക്കും. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം നിങ്ങളൊന്ന് എടുത്തു വെച്ച് നോക്കണം. വളരെ വളരെ മനോഹരമായൊരു സംഭവം അവിടെ വിവരിക്കുന്നുണ്ട്. വളരെ മനോഹരമായ സംഭവം. എന്താണ് സംഭവം എന്നറിയാമോ? കർത്താവ് കടലിനെ ശാന്തമാക്കുന്ന സംഭവമാണ്. കർത്താവ് കടലിനെ ശാന്തമാക്കുന്നു. അപ്പൊ കർത്താവും ശിഷ്യന്മാരും വഞ്ചിയിൽ കടലിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഇവിടെ അച്ഛനെ ശ്രദ്ധിക്കണേ. വഞ്ചിയിൽ കടലിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. എന്ത് സംഭവിച്ചു? കടല് പ്രക്ഷുബ്ധമായി, തിരമാലകൾ ഉയർന്നു, കൊടുങ്കാറ്റടിച്ചു, വഞ്ചി ആടി ഉലഞ്ഞു. ഈ ആലപ്പുഴക്കാരായ നമുക്ക് വഞ്ചിയെ പറ്റിയൊന്നും ഇനി ഒത്തിരി ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വഞ്ചി എന്താണ്, വള്ളം എന്താണ് എന്നൊക്കെ വളരെ മനോഹരമായിട്ട് അറിയാവുന്നവരാണ് നമ്മൾ. യേശു തമ്പുരാൻ എന്തെടുക്കുകയായിരുന്നു? വേദപുസ്തകം പറയുന്നത് അവൻ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു എന്ന്. നിങ്ങളുടെ ബുദ്ധി നിങ്ങളൊന്ന് യൂസ് ചെയ്യണേ. ബുദ്ധി, ചിന്ത. എടാ, വലിയ തിരമാല അടിക്കുന്നു, കടല് പ്രക്ഷുബ്ധമാവുന്നു, വഞ്ചി ആടി ഉലയുന്നു, കർത്താവ് അമരത്ത് തലവെച്ചുറങ്ങാണ്. എങ്ങനെ പറ്റൂ ഇത്? എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. ഇനി ഈ തിരമാലകൾ ഉയർന്നപ്പോ, കടല് പ്രക്ഷുബ്ധമായപ്പോ ഒരു തുള്ളി വെള്ളം പോലും കർത്താവിന്റെ ദേഹത്തോ മുഖത്തോ വീണില്ലെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അല്ല, കർത്താവിന്റെ ശരീരം നനഞ്ഞു, കർത്താവിന്റെ മുഖത്തും വെള്ളം വീണിട്ടുണ്ട്. പക്ഷേ വചനം പറയുന്നു കർത്താവ് ഉറങ്ങുകയായിരുന്നു. പച്ച മലയാളികളായ നമുക്കറിയാം, ഉറങ്ങുന്നവനെ ഉണർത്താൻ എളുപ്പമാണ്, ഉറക്കം നടിക്കുന്നവനെയോ ഇച്ചിരി പാടാണ്, ഉണർത്താൻ പാടാണ്. കർത്താവ് ഇച്ചിരി നടനമൊക്കെ ഉള്ളവനാണ്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ സംഭവം വളരെ ധ്യാനാത്മകമായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സന്ധ്യയായപ്പോൾ അവൻ യാത്ര തുടരുന്നതായി ഭാവിച്ചു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ജെറുസലേം വിട്ട് എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാർ പോകുമ്പോൾ അവരുടെ കൂടെ കർത്താവ് യാത്ര ചെയ്തിട്ട് സന്ധ്യയാകുമ്പോൾ ഞാൻ നിങ്ങളെ പിരിഞ്ഞ് പോവുകയാണ് എന്ന് ഭാവിച്ചതായിട്ടാണ് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ കർത്താവ് ഇച്ചിരി ഭാവമുള്ളവനും നടനം കൈനിടുന്നവനുമൊക്കെയാണ് എന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഉദാഹരണം കൂടെ നമുക്ക് അച്ഛനൊന്ന് പറയാം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ബർത്തേമിയൂസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, അന്ധനായ ഒരു മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. അവിടെ നമ്മൾ കാണുന്നു, ഈ ബർത്തേമിയൂസ് ഉച്ചത്തിൽ നിലവിളിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്രനായ കർത്താവേ, എന്നിൽ കനിയണമേ. യേശു തമ്പുരാൻ നിന്നില്ല. അവൻ യാത്ര തുടരുന്നതായി ഭാവിച്ചു. വീണ്ടും ഈ ബർത്തേമിയൂസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ കർത്താവേ, എന്നിൽ കനിയണമേ. കർത്താവ് നിന്നു. എന്താണ് ആദ്യത്തെ വിളി കർത്താവ് കേൾക്കാതെ പോയത്? കർത്താവിൻ്റെ ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? ഇല്ല, ഒരു കേൾവിക്കുറവുമില്ല. ഇനി കർത്താവിനെ പറ്റി നമ്മൾ വായിച്ചെടുക്കണം, മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ കർത്താവിനെ കാണുവാൻ ആഗ്രഹിച്ചിട്ട് അവൻ എവിടെ കയറി? ഒരു സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറി. വേറെ ആരും കണ്ടിട്ടില്ല. കാരണം ഈ കർത്താവും ശിഷ്യന്മാരും ദൂരെ നിന്ന് വരുമ്പോഴാണ് ഇവൻ ഈ സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറുന്നത്, ഇലകൾക്കിടയിൽ ഒളിക്കുന്നത്. ആരും കാണാതെ എനിക്ക് കർത്താവിനെ കാണണം. കർത്താവ് എന്ത് ചെയ്തു? മരത്തിൻ്റെ ചുവട്ടിൽ വന്ന്, ഇവൻ ഇരുന്ന അതേ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് പറഞ്ഞു, സക്കേവൂസേ, ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടടാ, ഇറങ്ങി താഴെ വാ. ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നിന്റെ കൂടെ, നിന്റെ വീട്ടിൽ, നിന്റെ അടുത്തിരുന്നാണ്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ കർത്താവ് എത്രമാത്രം നമ്മളെ പറ്റി അറിവുള്ളവനാണ് എന്നാണ് വചനം നമുക്ക് സാക്ഷിച്ചു തരുന്നത്. അവന് നമ്മളെ അറിയാം, അവന് നമ്മളെ വളരെ വ്യക്തമായിട്ട് അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇവൻ അമരത്ത് തലവെച്ച് ഉറങ്ങുന്നതായിട്ടാണ്. എങ്ങനെ ഒരു മനുഷ്യന് ഉറങ്ങാൻ പറ്റും? ഇനി ഇവിടെ നമ്മൾ കാണുന്നത് ഈ ശിഷ്യന്മാർ കർത്താവിനെ വിളിച്ചുണർത്തി കഴിയുമ്പോൾ കർത്താവ് എഴുന്നേറ്റ്
കടലിനെയും കരയുമൊക്കെ, കരയല്ല കടലിനെയും തിരമാലകളെയുമൊക്കെ ശാന്തമാക്കിയിട്ട് ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് മുഖത്തു നോക്കി പറയുന്നൊരു വാചകമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന്? നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ? എന്തുകൊണ്ടാണ് കർത്താവ് ഈ ശിഷ്യന്മാരോട് ഇത് ചോദിച്ചതെന്നറിയാമോ? ഈ 12 ശിഷ്യന്മാർ മനസ്സിലാക്കണമായിരുന്നു, ഈ വഞ്ചിയിൽ ആരുണ്ട്? കർത്താവുണ്ട്. ഈ വഞ്ചി മറിയാൻ കർത്താവ് സമ്മതിക്കുവോ? ഇല്ല. വഞ്ചി മറിഞ്ഞാൽ ആരും കൂടാ വെള്ളത്തിൽ പോന്നേ? കർത്താവും കൂടാണ് വെള്ളത്തിൽ പോകുന്നത്. ഹല്ലേലൂയ. കർത്താവ് വിളിച്ചോണ്ട് വന്ന ഏതെങ്കിലും ശിഷ്യൻ വെള്ളം കുടിച്ച് വെറുതെ മരിക്കാൻ കർത്താവ് വിടുവോ? വിടില്ല. ഓരോ മനുഷ്യനെ പറ്റിയും കർത്താവിന് പദ്ധതി ഉണ്ടെങ്കിൽ തൻ്റെ ശിഷ്യന്മാരെ പറ്റി അതിലേറെ പദ്ധതിയുണ്ട്. കർത്താവിൻ്റെ മകനായി മകളായി ജീവിക്കുന്ന എന്നെ നിങ്ങളെ പറ്റി അതിലേറെ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മകനായി മകളായി മാറണം, ദൈവത്തെ പ്രസാദിപ്പിച്ച്. എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം? അതാണ് ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. സത്യസന്ധനായി ജീവിച്ച്, നിഷ്കളങ്കനായി ജീവിച്ച്, ദൈവഭയമുള്ളവനായി ജീവിച്ച്, തിന്മയിൽ നിന്നകന്ന് ജീവിച്ച്, അങ്ങനെ കർത്താവിൻ്റെ മകനായി മകളായി ദൈവദാസനായി ദൈവത്തിൻ്റെ ദാസിയായി ജീവിക്കുമ്പോഴാണ് പ്രിയമുള്ള ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം കൃപകൾ ലഭ്യമാകുന്നത്. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടണമെങ്കിൽ, അമ്മ നമുക്ക് വേണ്ടി കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, മകനായി മകളായി ആ ദൈവത്തോട് ചേർന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് ഞാൻ ജീവിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാമത്തെ വചനം എന്താണെന്നറിയാമോ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നു. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ന് കരമുയർത്താമോ? ദൈവത്തെ സ്നേഹിക്കുന്നവർ എല്ലാവരും സ്നേഹിക്കുന്നു എന്ന് പറയും. വചനം എന്താ പറയുന്നേ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നു. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവനാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. ആ വചനം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ഉം 22-ഉം വചനം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. തന്നെ സ്നേഹിക്കുന്നവർ കർത്താവ് എന്തുമാത്രം കൃപകളാണ് ഒഴുക്കുന്നതെന്ന് വായിക്കാം നമുക്ക്. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. കണ്ടോ, വചനം വളരെ വ്യക്തമായി പറയുന്നു. അച്ഛൻ പറഞ്ഞത് തന്നെ പറയുന്നു. വീണ്ടും അടുത്തത്, എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കുന്നു. കണ്ടോ, എന്താ വചനം പറയുന്നത്? എന്താ? നിങ്ങൾ യേശു തമ്പുരാനെ സ്നേഹിക്കുമ്പോ ആദ്യം നിങ്ങളിലേക്ക് ഒഴുകുന്നത് യേശു തമ്പുരാന്റെ സ്നേഹമല്ല. എന്താണ് ഒഴുകുന്നത്? പിതാവായ ദൈവത്തിന്റെ സ്നേഹമാണ് ആദ്യം ഒഴുകുന്നത്. പിതാവായ ദൈവം സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ് യേശു തമ്പുരാന്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകുന്നത്. ഒരിക്കൽ കൂടി ആ വചനം വായിക്കാം. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കുന്നു. അടുത്ത വചനം, ഞാനും അവനെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് മറ്റൊരിടത്ത് നമ്മൾ കാണുന്നത്, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എന്റെ അടുക്കലേക്ക് വരുന്നില്ല. കർത്താവിനെ നിയമങ്ങളും കൽപ്പനകളും പാലിച്ച് നീ സ്നേഹിച്ചു തുടങ്ങുമ്പോ ദൈവപിതാവ് നിന്നെ സ്നേഹിക്കുകയും യേശു തമ്പുരാൻ നിന്നെ തിരിച്ച് സ്നേഹിക്കുകയും ചെയ്യും. അടുത്ത വചനം എന്താണ്? ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളിൽ, പ്രയാസങ്ങളിൽ, സങ്കടങ്ങളിൽ, ആകുലതകളിൽ, നിരാശ നിറഞ്ഞ അനുഭവങ്ങളിൽ നാളെ എന്താണ് എന്ന് ആകുലപ്പെട്ട്
നെഞ്ചത്ത് വലിയ ഭാരവുമായിട്ട് നമ്മൾ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ കർത്താവ് കൺമുമ്പിലുള്ള അനുഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണും പൂട്ടി കർത്താവിനെ സ്നേഹിച്ചു തുടങ്ങുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് അച്ഛൻ നേരത്തെ പറഞ്ഞത്, എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 4 മുതലുള്ള വചനങ്ങളിൽ വിശ്വാസം മൂലം ദൈവത്തെ പ്രസാദിപ്പിച്ചവരുടെ അനുഭവങ്ങളാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ വിശ്വാസം അക്ഷരാർത്ഥത്തിൽ ജീവിച്ചു തുടങ്ങുമ്പോ ദൈവം കൺമുമ്പിൽ നിൽക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. പ്രിയമുള്ള ദൈവമക്കളെ, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. വിശ്വാസം എന്താണെന്ന്, വിശ്വാസം അതല്ലേ എല്ലാം എന്നൊക്കെ പറയുന്ന ഒത്തിരി ക്യാപ്ഷൻസ് നമ്മൾ പരസ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. വിശ്വാസം എന്താണെന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായത്തിൽ 1 വചനത്തിൽ വളരെ മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ നുണുക്ക് വിദ്യ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. പ്രിയമുള്ള ദൈവമക്കളെ, പണ്ട് മലയാള അധ്യാപകന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു നുണുക്ക് വിദ്യയുണ്ട്. എന്താണെന്നറിയാമോ? ഒരു വാക്കിനെ ഇല്ലെങ്കിൽ പിരിച്ചെഴുത്ത് എന്ന് പറയുന്ന ഒരു പ്രയോഗം പണ്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ? മഞ്ചരി ശ്ലതകാകളി വൃത്തത്തിൽ 2-ാം പാദത്തിൽ അന്ത്യമാൻ 2 അക്ഷരം കുറഞ്ഞേടിൽ അത് മഞ്ചരിയൊക്കെ ആയിടുമെന്ന് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ സിലബസിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പലതരത്തിലുള്ള വൃത്തങ്ങളാണ്. അപ്പൊ ഈ വൃത്തങ്ങളുടെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ പഠിച്ചു ആദേശസന്ധി, ആഗമസന്ധി, ലോപസന്ധി എന്ന് പറയുന്ന ഒത്തിരി സന്ധികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും സന്ധി വേദനയാണ്, കാൽമുട്ട് വേദന, കൈമുട്ട് വേദന. പക്ഷേ ഈ സന്ധികളൊക്കെ നമ്മളെ മലയാളം അധ്യാപികമാരൊക്കെ പഠിപ്പിച്ചത് എന്തിനാ? ജീവിതത്തിൽ ഇതെല്ലാം എടുത്തു വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയാ. ഈ വിശ്വാസം എന്നുള്ള വാക്ക് നമ്മുടെ മലയാള പണ്ഡിതന്മാർ ഇല്ലെങ്കിൽ ഭാഷ നന്നായിട്ട് അറിയാവുന്നവർ ഫെയ്ത്ത് എന്നുള്ള വാക്കിന് ഇംഗ്ലീഷ് പദത്തിനെടുത്ത് ഉപയോഗിക്കാൻ ഒരു കാരണമുണ്ട്. ഈ വിശ്വാസം എന്നുള്ള വാക്ക് 2 പദങ്ങളുടെ കോമ്പിനേഷനാണ്. വി അധികം ശ്വാസമാണ്. എന്ത്? വിശ്വാസം. ഇനി ഇത് മറന്നു പോകരുത്. വി അധികം ശ്വാസമാണ് വിശ്വാസം. വി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അക്ഷരം വി എന്നുള്ള അക്ഷരത്തിന്റെ അർത്ഥം അറിയാമോ? മലയാള അധ്യാപികമാരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. വി എന്നുള്ള അക്ഷരം വരുന്നത് വാ എന്നുള്ള അക്ഷരത്തിൽ നിന്നാണ്. വാ എന്ന് പറഞ്ഞാൽ വരിക. അതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ എടുത്തു വെച്ച് അത് ഉപയോഗിക്കുന്നത്. നീ വാ എന്നൊക്കെ പറഞ്ഞ് അക്ഷരത്തിന് വള്ളിയിട്ടു, അക്ഷരം വി ആയി, അർത്ഥം മാറും. വി എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക എന്നാണ്. വെറുതെ വി എന്നുള്ള അക്ഷരത്തിന്റെ അർത്ഥം സ്വീകരിക്കുക എന്നാണ്. 2ാമത്തതാണ് ഏത്? ശ്വാസം. എന്താണ് ശ്വാസം? ഒരു മനുഷ്യന്, ഒരു ജീവജാലത്തിന് ജീവൻ നൽകുന്നതാണ് എന്ത്? ശ്വാസം. കാറ്റായി ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറുകയും ഉള്ളിൽ ജീവൻ കൊടുത്ത് കാറ്റായി തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നതാണ് ശ്വാസം. അതുകൊണ്ടാണ് ഈ തൃശ്ശൂർ സൈഡിലൊക്കെ അവന്റെ കാറ്റ് പോയി എന്നൊക്കെ പറയുന്നത്, അവൻ വടിയായി എന്നൊക്കെ പറയുന്നത്. പ്രിയമുള്ളവരെ, വി എന്നുള്ള അക്ഷരത്തിന്റെ അർത്ഥം സ്വീകരിക്കുക എന്നും ശ്വാസം ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു ജീവജാലത്തിന് ജീവൻ നൽകുന്നത് എന്നുമാണെങ്കിൽ വി അധികം ശ്വാസം എന്താണ് അർത്ഥം? ഒരു മനുഷ്യൻ സ്വീകരിക്കുന്നത് അവന്റെ ജീവനായി മാറുമ്പോൾ അതാണ് അവന്റെ വിശ്വാസം. നമ്മൾ സ്വീകരിക്കുന്ന കർത്താവ് നമ്മുടെ ജീവനായി മാറിയെങ്കിൽ, നമ്മുടെ ശ്വാസമായി മാറുന്നുവെങ്കിൽ നമ്മൾ വിശ്വാസമുള്ളവരാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ, ദേവാലയങ്ങളിൽ വെച്ച് നിങ്ങൾ ആരംഭിച്ച നിങ്ങളുടെ കുടുംബ ജീവിതത്തിലൂടെ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ശ്വാസമായി മാറുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവനായി മാറുന്നുവെങ്കിൽ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ശ്വാസമായി ജീവനായി മാറുന്നുവെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട് വിശ്വാസമുള്ളവരാണ്. ഇല്ലെങ്കിൽ വിശ്വാസമുള്ളവരല്ല. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ജീവനാണെങ്കിൽ, നിങ്ങൾ ശ്വാസമാണെങ്കിൽ, എൻ്റെ പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോട് വിശ്വാസമുണ്ട്. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ശ്വാസമാണെങ്കിൽ, ജീവനാണെങ്കിൽ, നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ജോബിനെ പറ്റി അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറഞ്ഞത്, എൻ്റെ ദാസൻ എന്ന കർത്താവ് പറയുന്നത് കർത്താവിന്റെ ശ്വാസമാണ്, കർത്താവിന്റെ ജീവനായിരുന്നു. ആര്? ജോബ്.
വളരെ വ്യക്തമായിട്ട് അറിയാം കർത്താവിന് അവൻ സത്യസന്ധനാണ്, നിഷ്കളങ്കനാണ്, ദൈവഭയമുള്ളവനാണ്, തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനാണ്. എൻ്റെ ജീവിതത്തിൽ സത്യസന്ധനായി, നിഷ്കളങ്കനായി, ദൈവഭയമുള്ളവനായി, തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനായി, അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കന്യകാത്വം ജീവിക്കുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിൻ്റെ ശ്വാസമായി മാറും, എൻ്റെ കർത്താവിൻ്റെ ജീവനായി മാറും. എനിക്കും എൻ്റെ കർത്താവ് ജീവനും ശ്വാസവുമായി മാറും. അങ്ങനെ നമുക്ക് വിശ്വാസം ജീവിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം കൃപകളും വരദാനങ്ങളും ഒഴുകട്ടെ. അമ്മ അതിനുവേണ്ടി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ആമേൻ.